ഈ പൊരുവെയിലത്ത് ഈ ഉഷ്ണതരംഗത്തിൻ്റെയൊക്കെ സാധ്യതയുള്ള സമയത്തും ഈ വെയിലിൽ ജോലിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്, വിവിധ തൊഴിലാളികൾ. ഇന്നലെ തൊഴിലാളി ദിനമായിരുന്നു. അപ്പോൾ ആ തൊഴിലാളി ദിനത്തിൽ നമ്മൾ കണ്ട കുറേ കാഴ്ചകളുണ്ട്. ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ അത്തരത്തിലുള്ള ഒരു വിഭാഗക്കാരാണ്. അവർക്ക് ഈ പൊരുവെയിലത്ത് ടൂ വീലർ ഓടിച്ച് പോയേ കഴിയൂ. ഉഷ്ണതരംഗമുള്ള പാലക്കാട്, അവിടെയും ഈ ഭക്ഷണ വിതരണം ചെയ്യുന്ന ഓൺലൈൻ ഡെലിവറി ബോയ്സ് അവർ കടുത്ത താപം നേരിടുന്നുണ്ട്. അത് വലിയ ദുരിതമാണ് അവർക്ക് നേരിടുന്നത് എന്നുള്ളതാണ് വിനേഷ് കുമാർ റിപ്പോർട്ട് പറഞ്ഞു തരും. ആ റിപ്പോർട്ടിലേക്ക്. പാലക്കാട്ടെ കടുത്ത ഉഷ്ണത്തെയും അവഗണിച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, ഓൺലൈൻ ഫുഡ് ഡെലിവറി ഏജന്റുമാർ. എവിടെയെങ്കിലും ഒരു തണൽ കിട്ടിയാൽ അവിടെ മാറി നിൽക്കും. അതിനുശേഷം അവർ വീണ്ടും ബൈക്കിലൂടെ ചീറിപ്പാഞ്ഞു പോകും. അവരുടെ വെയിലത്തെ ജീവിതം എന്താണെന്ന് നോക്കാം. പണി നല്ല ചൂടാണ്, പണിയൊക്കെ ഒരുപാട് കഷ്ടമാണ്. വെയിലത്തൊക്കെ ഓട്ടുമ്പോൾ കുറച്ച് സീറ്റിന്റെ ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് തന്നെ ഇരിക്കും. പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇതിന് പോയി തന്നെ ആവണം, വേറെ വഴിയില്ല, നിവർത്തില്ലാത്തതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടുത്തെ പിന്നെ അവസ്ഥ അതാണ്. എല്ലാവരും ഡെലിവറി കേസ് എല്ലാവരും നിവർത്തിയില്ല. ഇന്നത്തെ ഓട്ടി കച്ചവടം എടുക്കണം, അതുകൊണ്ടാണ് വേറെ. അതിനെ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഓട് തന്നെ, കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് ഭയങ്കര കഷ്ടപ്പാടാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ചൂട് സഹിക്കാൻ വയ്യാട്ടാവും, ഭയങ്കര ചൂട് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു, പിന്നെ ഫുൾ കൈ ഷർട്ട്, ഷൂസ്. നല്ല ചൂടാണ്. കൊടും ചൂടിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന കുറെ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അതായത് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി വൈകുവോളം ജോലി ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച ഈ ഫുഡ് ഡെലിവറി ഏജന്റുമാർ. പ്രധാനമായും അവർക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം 1000-ന് താഴെയാണ്. പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ 1000-ഓളം രൂപ മാത്രമാണ് അവർക്ക് കിട്ടുന്നത് പരമാവധി. തണലും എവിടെയെങ്കിലും തണൽ കണ്ടാൽ അവിടെ കയറിയിരിക്കുകയും അതിനുശേഷം അവർക്ക് വരുന്ന ഓർഡർ അനുസരിച്ച് പോയി എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടെ സൂര്യതാപമോ അല്ലെങ്കിൽ സൂര്യാഘാതമോ ഒന്നും അവർക്ക് നോക്കാൻ സമയമില്ല. യഥാസമയം എത്രയും പെട്ടെന്ന് ഓടി ഈ സാധനം അതത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം, അത് ഈ കടുത്ത വെയിലിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടി ഇവിടെ പോരാടുകയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോമങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.